പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമുക്ക് മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ നമുക്ക് ഒത്തിരി താല്പര്യമാണ്. ഉദാഹരണമായിട്ട് നല്ല സിനിമ വന്നിട്ടുണ്ട്, പലരോടും പറയും, അടിപൊളി സിനിമ കേട്ടോ, പോയി കാണണമെന്ന് പറയും അല്ലേ. ഞങ്ങളിവിടെ പ്രവാസികൾ മറ്റൊരു വലിയ കാര്യം ചെയ്യുന്നതാണ്, ഈ വില കുറഞ്ഞ മീൻ വരുമ്പോൾ ഇന്ന സ്ഥലത്ത് വില കുറഞ്ഞ മീൻ വന്നിട്ടുണ്ടാ എന്ന് വിളിച്ച് പറയും. കാരണം ഇതൊക്കെ ഈ ലോകത്തിലുള്ള സന്തോഷം തരുകയുള്ളൂ. ഇത് പറയുന്നത് കൊണ്ട് ഞാനിത് ഒരാൾ പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നും കിട്ടുകയില്ല. മീൻ മേടിച്ചു തന്നാൽ അവന് സന്തോഷം കിട്ടും, സിനിമ കണ്ടാലും അവന് സന്തോഷം കിട്ടും. എന്നാൽ ഇത് ഈ ലോകത്തിൻ്റെ സന്തോഷമാണ്. ലോകത്തിൻ്റെ സന്തോഷം ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നിത്യതയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറയുന്നവനും സന്തോഷം, അനുഭവിക്കുന്നവനും സന്തോഷം. അതാണ് ഈ നിത്യതയുടെ സന്തോഷം. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുവിശേഷത്തിലേക്ക് കൊണ്ടുപോവുക, വചനം വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുക, കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം നമ്മിൽ നിറയും. അത് അവനും സന്തോഷം, നമുക്കും സന്തോഷം. ഈ ഒരു സന്തോഷമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഒരു മിനിസ്ട്രി പൂർത്തിയാകുകയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ, വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.